പാഠപുസ്തകത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. നഴ്സറി സ്കൂൾ ടീച്ചർ തസ്തികയിലേക്ക് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് പറയുന്നത്. ആദ്യത്തെ ചോദ്യം, പ്രീ സ്കൂൾ വിദ്യാഭ്യാസം സാർവത്രികമാക്കേണ്ടതിൻ്റെ ആവശ്യകതയിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി, അക്ഷരങ്ങൾ എഴുതുവാനും വായിക്കാനും പഠിക്കാൻ. ദളിതർക്ക് വിദ്യാഭ്യാസവും സാമൂഹിക ആവശ്യങ്ങളും നേടാൻ ധീര നിലപാടുകൾ സ്വീകരിച്ച നവോത്ഥാന നായകൻ. ഉത്തരം ഓപ്ഷൻ സി ആണ്, അയ്യങ്കാളി. തൻ്റെ പര്യാവരണത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഒരാളിലുള്ള എല്ലാ കഴിവുകളും വികസിപ്പിക്കലാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ട ദാർശനികൻ. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ജോൺ ഡ്യൂയി. പ്രീ സ്കൂൾ കുട്ടികൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്ത്? ഉത്തരം ഓപ്ഷൻ ഡി, സൂക്ഷ്മപേശി വികസനം. ജനാധിപത്യ ക്രമമാണ് സാമൂഹിക വളർച്ചയ്ക്ക് ഏറ്റവും അഭികാമ്യം എന്ന ദാർശനിക ചിന്താധാര ഉൾപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ സി, പ്രായോഗികവാദം. പ്രശ്നോന്നത വിദ്യാഭ്യാസത്തിൻ്റെ വക്താവ്. ഉത്തരം ഓപ്ഷൻ എ, പൗലോ ഫ്രയർ. താഴെ പറയുന്നവയിൽ സംസ്കാരത്തെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ എ, സംസ്കാരം പരിവർത്തന വിധേയമല്ല. അടുത്ത ചോദ്യം, ജനാധിപത്യ രീതിയുടെ അടിസ്ഥാന തത്വങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, അവകാശ ലംഘനം. ഭരണഘടനയുടെ ഏത് വകുപ്പാണ് 14 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാർഷിക വ്യാവസായിക മേഖലകളിൽ ജോലി ചെയ്യുന്നത് നിരോധിക്കുന്നത് പ്രതിപാദിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ആർട്ടിക്കിൾ 24. മതേതര വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കാൻ സ്വീകാര്യമല്ലാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, മതബോധനത്തിന് അവസരം ഒരുക്കൽ. മറ്റുള്ളവയെല്ലാം മതേതര വിദ്യാഭ്യാസം യാഥാർത്ഥ്യമാക്കാൻ സ്വീകാര്യമായവയാണ്. ഒന്ന് വായിക്കാം. എല്ലാ മതത്തിൽപ്പെട്ടവർക്കും പൊതുസ്ഥാപനത്തിൽ പഠിക്കൽ, എല്ലാ മതങ്ങളുടെയും ആഘോഷങ്ങളിൽ പങ്കുചേരാൻ അവസരം, ഏതെങ്കിലും ഒരു മതത്തിന് അറിഞ്ഞോ അറിയാതെയോ പ്രാമുഖ്യം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കൽ. അടുത്ത ചോദ്യം, മാനസിക സാമൂഹിക വൈകാരിക ആരോഗ്യക്കുറവിൻ്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, രോഗാണുക്കളെ ചെറുത്തു നിൽക്കാനുള്ള ശരീരത്തിൻ്റെ ശേഷിക്കുറവ്. മറ്റുള്ളവയെല്ലാം കുടുംബകലഹങ്ങൾ, ആത്മഹത്യ, സ്ത്രീകൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ, ഇവയെല്ലാം മാനസിക സാമൂഹിക വൈകാരിക ആരോഗ്യക്കുറവിൻ്റെ ലക്ഷണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. അടുത്ത ചോദ്യം, അമീബിക് മസ്തിഷ്ക ജ്വരം എന്ന അസുഖത്തിന് കാരണമായ രോഗാണു ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, നെഗ്ലേറിയ ഫൈലോറി ആണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ മുലയൂട്ടലുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സ്ഥാനാർബുദം വരുന്നതിനുള്ള സാധ്യത കൂടുന്നു. മാംസ്യത്തിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ക്വാഷിയോർക്കർ. ഇന്ത്യൻ കുഞ്ഞിന് ജനന സമയത്ത് ഉണ്ടായിരിക്കേണ്ട ശരാശരി തൂക്കം എത്ര കിലോഗ്രാം ആണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 2.5 കിലോഗ്രാം തൂക്കമാണ്. ഗോയിറ്റർ വരാതിരിക്കുന്നതിന് ഭക്ഷണത്തിൽ കൂടുതൽ ഉൾപ്പെടുത്തേണ്ട ഭക്ഷണം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, കടൽ മത്സ്യങ്ങൾ. DPT പ്രതിരോധ കുത്തിവയ്പ് വഴി പ്രതിരോധിക്കാൻ പറ്റാത്ത രോഗം ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ക്ഷയം. മറ്റുള്ളവ വില്ലൻ ചുമ, ടെറ്റനസ്, ഡിഫ്തീരിയ, ഇവയെല്ലാം DTP പ്രതിരോധ കുത്തിവയ്പ്പിന് പ്രതിരോധിക്കാൻ കഴിയുന്ന രോഗങ്ങളാണ്. അടുത്ത ചോദ്യം, ലോക എയ്ഡ്സ് ദിനം എന്ന്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഡിസംബർ 1. ഗർഭം ധരിക്കുന്നതിനും പ്രസവിക്കുന്നതിനുമുള്ള ഉത്തമ പ്രായം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 21നും 25 വയസ്സിനും മധ്യയാണ്. മഞ്ഞപ്പിത്തം ഏത് അവയവത്തെയാണ് ബാധിക്കുന്നത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, കരൾ. പ്രീ സ്കൂൾ കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, അങ്കണവാടി എന്നീ വർക്കർക്കായുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഏത് വകുപ്പിന്റെ കീഴിലാണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, സാമൂഹ്യക്ഷേമ വകുപ്പ്.
പ്രീ സ്കൂൾ കുട്ടികളുടെ പഠനത്തിനായി വിദ്യാഭ്യാസ വകുപ്പ് തയ്യാറാക്കിയ വർക്ക് ബുക്ക് ഏത് എന്നുള്ളതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കളിത്തോണി. അടുത്ത ചോദ്യം, ട്രൈബൽ മേഖലയിൽ 1000 ജനങ്ങൾ ഉണ്ടെങ്കിൽ എത്ര അങ്കണവാടികൾ ലഭിക്കും? ഉത്തരം ഓപ്ഷൻ സി 2. മാനവിക വിഭവ വികസന മന്ത്രാലയത്തിന്റെ അക്കാദമിക ഉപദേശക സ്ഥാപനം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, NCERT. രാഷ്ട്ര പുനർനിർമ്മാണത്തിന് വേണ്ടി ജനങ്ങളുടെ പ്രയത്നശേഷി ഉപയോഗപ്പെടുത്തുക എന്ന ലക്ഷ്യത്തിൽ ആരംഭിച്ച സംഘടന ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, BSS. പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്തർദേശീയ വിദ്യാഭ്യാസ ഏജൻസി? ഉത്തരം ഓപ്ഷൻ ബി, യുനെസ്കോ. അങ്കണവാടികൾ നൽകുന്ന സേവനങ്ങളിൽ പെടാത്തതേത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഔപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം. മറ്റുള്ളവ ആരോഗ്യ പരിശോധന, പോഷകാഹാര പരിപാടികൾ, പ്രാഥമികാരോഗ്യ റഫറൽ കേന്ദ്രങ്ങൾ ഇവയെല്ലാം അങ്കണവാടികൾ നൽകുന്ന സേവനങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. NIPCCDയുടെ പ്രവർത്തന വിഭാഗങ്ങളിൽ പെടാത്തത് ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വിദ്യാഭ്യാസ നയരൂപീകരണ വിഭാഗം, പൊതുജന സഹകരണ വിഭാഗം, ശിശുവികസന വിഭാഗം, പരിശീലന വിഭാഗം. ഇവ മൂന്നും NIPCCDയുടെ പ്രവർത്തന വിഭാഗങ്ങളിൽ പെടുന്നവയാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുക, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഏത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, NCERT ആണ്. NCT ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 1993. 2017 ഉദ്ഘാടനം ചെയ്ത സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ ഒരു സംരംഭം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, തണൽ. രക്ഷിതാക്കൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം? ശരിയായ പ്രസ്താവനകൾ മാത്രം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 3 എന്നീ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളവ. അവ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ആരോഗ്യകരമായ ചുറ്റുപാടുകൾ ലഭ്യമാക്കുക, കുട്ടികൾക്ക് വാത്സല്യവും സ്നേഹവും നൽകുക. ഇതാണ് രക്ഷിതാക്കൾ കുട്ടികളോട് എങ്ങനെ പെരുമാറണം എന്നതിൻ്റെ ശരിയായ പ്രസ്താവനകൾ. ഓരോ വീടും ഒരു വിദ്യാലയം കൂടെയാണ്, മാതാപിതാക്കൾ അധ്യാപകരും എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മഹാത്മാഗാന്ധി. ടീമുകൾ പരിഗണിക്കുമ്പോൾ ഉറപ്പുവരുത്തേണ്ട പ്രധാന സാധ്യതകളിലൊന്ന് താഴെ കൊടുത്തവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചാക്രികാരോഹണ സാധ്യത. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പ്രീ സ്കൂൾ വിലയിരുത്തൽ ലക്ഷ്യങ്ങളിൽ പെടാത്ത പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കുട്ടികളെ വിലയിരുത്തി ഗ്രേഡ് നൽകുന്നതിന്. മറ്റുള്ളവയെല്ലാം പ്രീ സ്കൂൾ വിലയിരുത്തൽ ലക്ഷ്യങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്. രക്ഷിതാക്കൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നതിന്, കുട്ടികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിന്, പ്രീ സ്കൂൾ പഠന പ്രവർത്തനം മെച്ചപ്പെടുത്തുന്നതിന്. ഇവയെല്ലാമാണ്. അടുത്ത ചോദ്യം, സംസാര വൈകല്യമുള്ള കുട്ടികളെ എങ്ങനെ തിരിച്ചറിയാം? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, തെറ്റായ ഉച്ചാരണം. അടുത്ത ചോദ്യം, ചിത്രരചനയുടെയും എഴുത്തിന്റെയും ബാലപാഠങ്ങൾ കുട്ടി സ്വായത്തമാക്കുന്ന രീതി. ഉത്തരം ഓപ്ഷൻ എ, സ്ക്രീബ്ലിംഗ്. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ പ്രായം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്, 3 മുതൽ 6 വരെ. പ്രീ സ്കൂളിന് ഉൾപ്പെടെ പ്രയോജനപ്പെടുന്ന തരത്തിൽ ദേശീയ തലത്തിൽ തയ്യാറാക്കിയ വിഭവശേഖരത്തിന് പറയുന്ന പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ബി, ദീക്ഷ. സാമ്യ വ്യത്യാസങ്ങൾ കണ്ടെത്തൽ എന്ന പ്രവർത്തനം കുട്ടിയുടെ ഏത് വികാസ മേഖലയാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, വൈജ്ഞാനിക വികാസം. പ്രീ സ്കൂളിലെ പ്രകൃതി നടത്തം എന്ന പ്രവർത്തനത്തിന്റെ ഗുണങ്ങളിൽ പെടാത്തത് തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി, യാത്രാ വിവരണം എഴുതാനുള്ള ശേഷി. മറ്റുള്ളവ ശേഖരിക്കാനുള്ള മനോഭാവം, സൂക്ഷ്മമായ നിരീക്ഷണ ശേഷി, അനുഭവങ്ങൾ വിവരിക്കാനുള്ള ശേഷി. ഇവയെല്ലാം സ്കൂളിലെ പ്രകൃതി നടത്തം എന്ന പ്രവർത്തനത്തിന്റെ ഗുണങ്ങളിൽ ഉൾപ്പെടുന്നവയാണ്.
താഴെ കൊടുത്തവയിൽ ചിത്രരചനയുടെ വിലയിരുത്തൽ രീതിയിൽ പെടാത്തത് തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. സംഘബോധ താല്പര്യം ഇവ പ്രകടിപ്പിക്കുന്നു. പഠന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ പഠന പുരോഗതി വിലയിരുത്തുന്ന രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നിരന്തര വിലയിരുത്തലാണ്. പ്രീ സ്കൂളിൽ പഠനബോധന പ്രക്രിയയ്ക്കായി കഥകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ. സ്വയം വായിക്കാൻ കഴിയുന്നത്, മറ്റുള്ളവ ക്രിയാത്മക ചിന്തയെ സഹായിക്കുന്നത്, ശബ്ദാനുകരണത്തിന് സഹായിക്കുന്നത്, അഭിനയ സാധ്യതയുള്ളത് ഇവയെല്ലാം പ്രീ സ്കൂളിൽ പഠനബോധന പ്രക്രിയയ്ക്കായി കഥകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. പഠന പ്രവർത്തനങ്ങൾക്ക് ഏറെ ഫലപ്രദമായി പ്രീ സ്കൂളിൽ ഉപയോഗിക്കാവുന്ന ഒരു സംവിധാനം ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. ബിഗ് ക്യാൻവാസ്. ശിശുദിന സ്റ്റാമ്പ് പുറത്തിറക്കുന്നത് ആര്? ഉത്തരം ഓപ്ഷൻ ഡി. സംസ്ഥാന ശിശുക്ഷേമ സമിതി. പ്രീ സ്കൂളുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്ത പ്രസ്താവനകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുന്നവ മാത്രം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 3 എന്നീ പ്രസ്താവനകളാണ് ശരിയായിട്ടുള്ളത്. കുട്ടികളുടെ ആരോഗ്യവും പോഷണവും, കുട്ടികളുടെ സ്ഥിതിവിവര കണക്കുകളും അവസ്ഥാ വിശകലനവും. താഴെ കൊടുത്തവയിൽ ശാരീരിക ചലനപര ബുദ്ധിവികാസത്തിന് നൽകാവുന്ന ഏറ്റവും അനുയോജ്യമായ പ്രവർത്തനം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. അനുകരണം. പ്രീ സ്കൂൾ കുട്ടികൾക്ക് പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ ടീച്ചർ അധികം പരിഗണിക്കേണ്ടാത്ത മേഖല ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. രാഗം. മറ്റുള്ളവ ഈണം, താളം, ഭാവം ഇവയെല്ലാം പ്രീ സ്കൂൾ കുട്ടികൾക്ക് പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ ടീച്ചർ അധികം പരിഗണിക്കേണ്ട മേഖലകളാണ് ഈണം, താളം, ഭാവം എന്നിവ. രാഗത്തിന് പ്രാധാന്യമില്ല. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഉത്തരം ഓപ്ഷൻ എ ആണ്. 2013. മുതിർന്നവരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ള സാഹിത്യത്തിന്റെ ഒരു ഹ്രസ്വവൽക്കരണമല്ല ബാലസാഹിത്യം. അത് ഒരു പ്രത്യേക സത്തയാണ്. അതിന് അതിൻ്റെതായ ഒരു സ്വത്വമുണ്ട്. ഈ അഭിപ്രായം ആരുടേതാണ്? ഉത്തരം ഓപ്ഷൻ ബി. ഡി. സുജാത ദേവി. കേരള സംസ്ഥാന ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധ ബാലസാഹിത്യ മാസിക ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. തളിര്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളിൽ പെടാത്തത് തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കളിപ്പാട്ടം. മറ്റുള്ളവ ദത്തെടുക്കൽ, ക്രഷ്, അമ്മത്തൊട്ടിൽ ഇവയെല്ലാം സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ പരിപാടികളാണ്. വിവിധ വിഷയങ്ങളിലെ അനുഭവങ്ങൾ സമഗ്രമായി കുട്ടികൾക്ക് നൽകുന്ന സമീപനത്തിന്റെ പേരെന്താണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഉദ്ഗ്രഥിത സമീപനം. പ്രീ സ്കൂളിലെ ഫലപ്രദമായ ഒരു പഠനോപകരണമാണ് ഓപ്ഷൻ ബി. മണൽത്തടം. പാവകളിയുടെ സ്ക്രിപ്റ്റ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന സംഗതികളിൽ ഉൾപ്പെടുത്തേണ്ടാത്തത് ഏതാണെന്ന് എഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഉച്ചാരണ സ്ഫുടതയും വ്യക്തതയും. പ്രീ പ്രൈമറി കുട്ടികൾക്ക് കൂടി പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ രൂപപ്പെടുത്തിയ കളികൾ ഉൾപ്പെട്ട ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ജിക്കോബ്രിസ്. കൈറ്റിന്റെ പൂർണ്ണരൂപം എഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. കുട്ടികൾ ജനിച്ചാൽ അച്ഛനും അമ്മയുമാകാൻ നമുക്ക് കഴിയും. പക്ഷേ നല്ല രക്ഷിതാവ് ആകണമെങ്കിൽ പരിശീലനം നേടുക തന്നെ വേണം. ആരുടെ അഭിപ്രായമാണ്? ഉത്തരം ഓപ്ഷൻ സി ആണ്. മൈക്കൽ സ്റ്റീവൻസൺ. ടീം ആസൂത്രണം രേഖപ്പെടുത്തുമ്പോൾ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ പ്രസ്താവനയുമായി പൊരുത്തപ്പെടാത്തത് തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കുട്ടികളെ ഗ്രേഡ് ചെയ്യേണ്ട സാധ്യതകൾ. സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രയോജനകരമാണ്? ഉത്തരം ഓപ്ഷൻ ബി ആണ്. കാഴ്ചക്കുറവ്.
പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നത് എങ്ങനെയൊക്കെയാകാം? തെറ്റായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്. മറ്റുള്ള കുട്ടികളോട് താരതമ്യം ചെയ്യുന്നതിലൂടെ. മറ്റുള്ളവ ലളിതമായ ചോദ്യങ്ങളിലൂടെ, ദിശാബോധം നൽകുന്ന സൂചനകളിലൂടെ, മാതൃകകൾ അവതരിപ്പിക്കുന്നതിലൂടെ, ഇവയിലൂടെ പ്രീ പ്രൈമറി കുട്ടികൾക്ക് ഫീഡ്ബാക്ക് നൽകുന്നത് ഇങ്ങനെയൊക്കെ ആകാം. ലേഖനശേഷി കൈവരിക്കുന്നതിന് മുമ്പുള്ള കുട്ടികളെ ഏറ്റവും പ്രധാനപ്പെട്ട ആവിഷ്കാര രീതി ഏതാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ചിത്രം വര. താഴെ പറയുന്ന പേരുകളിൽ നിന്നും മാനവികതാവാദത്തിൽ ഉൾപ്പെടുന്ന വ്യക്തിയെ തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, കാൾ റോജേഴ്സ്. മനഃശാസ്ത്രത്തിൽ സമഗ്രത എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന സമീപനത്തെ തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഗസ്റ്റാൾട്ട് മനഃശാസ്ത്രം. NCTE രൂപീകൃതമായ വർഷം. ഉത്തരം ഓപ്ഷൻ എ ആണ്, 1973. താഴെ പറയുന്നവയിൽ ആദ്യ ബാല്യത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, വൈകാരിക സ്വാതന്ത്ര്യം ആർജിക്കുന്നു. വ്യക്തിത്വ പഠനത്തിൽ അന്തർമുഖത, ബഹിർമുഖത എന്ന ആശയം നിർദ്ദേശിച്ച മനഃശാസ്ത്രജ്ഞനെ താഴെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഐസക്. 10 വയസ്സുള്ള ആനിമോളുടെ IQ 100 ആണെങ്കിൽ ആനിമോളുടെ മാനസിക വയസ്സ് എത്ര? ഉത്തരം ഓപ്ഷൻ സി ആണ്, 100. ഗാഗ്നെ വിഭാവനം ചെയ്ത പഠന ശ്രേണിയിൽ നിന്നും താഴെ നിന്നും രണ്ടാമത്തെ ഘട്ടം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, ചോദക പ്രതികരണ ഘട്ടം അല്ലെങ്കിൽ സ്റ്റിമുലസ് റെസ്പോൺസ് ഘട്ടം. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആര്? ഉത്തരം ഓപ്ഷൻ സി ആണ്, ലെവ് വൈഗോട്സ്നി. താഴെ പറയുന്നവയിൽ ബ്രൂണറുമായി ഏറ്റവും ബന്ധമുള്ള ആശയം തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, ചാക്രികാരോഹണ രീതി. താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രത്തിൽ പെടാത്തത് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, അലക്സാണ്ടർ പാസ് എ ലോങ് ടെക്സ്റ്റ്. പാറക്കുട്ടി എന്ന 2 വയസ്സുകാരി ജീവനില്ലാത്ത വസ്തുക്കളോടും സംവദിക്കാൻ ശ്രമിക്കുന്നു. ഇതിനെ പിയാഷയുടെ ഏത് ആശയവുമായി കൂട്ടിച്ചേർക്കാം? ഉത്തരം ഓപ്ഷൻ എ ആണ്, ആനിമിസം. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഓപ്ഷൻ ബി, കസ്തൂരി രംഗൻ. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പ്രൊപ്രൈറ്ററി സ്റ്റേജ് എന്നാൽ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 3 മുതൽ 8 വയസ്സ് വരെ. കേരള കരിക്കുലം ഫ്രെയിംവർക്ക് 2023 സൂചിപ്പിച്ചിരിക്കുന്ന ഫോക്കസ് ഏരിയകളുടെ എണ്ണം എത്ര? ഉത്തരം ഓപ്ഷൻ ഡി, 26. സമഗ്ര ശിക്ഷ കേരളയുടെ ചുമതലയുള്ള മന്ത്രിയും വകുപ്പും താഴെ പറയുന്നവയിൽ നിന്നും തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്രീ ശിവൻകുട്ടി, പൊതുവിദ്യാഭ്യാസ വകുപ്പ്. ഉദ്യമിപ്പിക്കുന്ന പ്രതിചേഷ്ടയെ കുറിച്ച് പ്രതിപാദിക്കുന്ന സിദ്ധാന്തം തിരഞ്ഞെടുത്തെഴുതുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഓപ്പറന്റ് കണ്ടീഷനിങ് സിദ്ധാന്തം. ആഗോള ശിശുദിനമായി ആചരിക്കുന്ന ദിവസം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നവംബർ 20. കളി രീതിക്ക് പ്രാധാന്യം നൽകി പ്രചരിപ്പിച്ചത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഫ്രോബൽ. താഴെ പറയുന്നവയിൽ മരിയ മോണ്ടിസോറിയുടെ ആശയങ്ങളുമായി കൂടുതൽ യോജിക്കുന്നത് തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കുട്ടികളെ ബഹുമാനിക്കുക. ECCEക്ക് ശരിയായ ആശയം തിരഞ്ഞെടുത്ത് എഴുതുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ നിന്നും ക്രിയാ ഗവേഷണവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലോക്കലായി അനുഭവപ്പെടുന്ന വിഷയങ്ങളിൽ ക്രിയാ ഗവേഷണം നടത്താവുന്നതാണ്. താഴെ കൊടുത്തിരിക്കുന്ന പേരുകളിൽ നിന്നും വൈകാരിക ബുദ്ധിയുമായി ബന്ധപ്പെട്ട് പേര് തിരഞ്ഞെടുക്കുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മേയർ ആൻഡ് സലോവി. വിദ്യാപ്രവേശ് പദ്ധതിയുടെ പരമപ്രധാനമായ ലക്ഷ്യങ്ങളിൽ പെടുന്നത് തിരഞ്ഞെടുക്കുക.
ഉത്തരം ഓപ്ഷൻ ബി ആണ്. വിവിധ സാഹചര്യങ്ങളിൽ നിന്നും വരുന്ന കുട്ടികളെ 1-ാം ക്ലാസ് പ്രവേശനത്തിന് സജ്ജമാക്കുക. വൈഗോട്സ്കിയുടെ സമീപ സ്ഥല വികസനം എന്ന ആശയവുമായി യോജിക്കുന്ന പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3 മാത്രമാണ് ശരിയായ പ്രസ്താവനകൾ ഒന്ന് വായിക്കാം. സമപ്രായക്കാർക്കും മുതിർന്നവർക്കും അധ്യാപകർക്കും കുട്ടിയുടെ വികസനത്തിൽ പങ്കുണ്ട്. സ്കൂൾ ലൈബ്രറിക്കും സ്കൂൾ കളിസ്ഥലങ്ങൾക്കും കുട്ടിയുടെ വികസനത്തിൽ പങ്കുണ്ട്. സ്കൂൾ ലാബ്, കുട്ടികളുടെ കൂട്ടായ്മ എന്നിവയ്ക്കും കുട്ടിയുടെ വികസനത്തിൽ പങ്കുണ്ട്. NCTE നിർദ്ദേശിക്കുന്ന അധ്യാപക യോഗ്യതാ മാനദണ്ഡ പ്രകാരം പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപികയ്ക്ക് നൽകേണ്ടത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2 വർഷത്തെ പ്രായോഗിക അധിഷ്ഠിത പ്രീ സർവീസ് പരിശീലനം. NCTEയുടെ പൂർണ്ണരൂപം. ഉത്തരം ഓപ്ഷൻ സി ആണ്. നാഷണൽ കൗൺസിൽ ഫോർ ടീച്ചർ എഡ്യൂക്കേഷൻ. പ്രീ സ്കൂൾ അധ്യാപകരുടെ സേവനകാല പരിശീലനത്തിനായി സംസ്ഥാന തലത്തിൽ റിസോഴ്സ് ഗ്രൂപ്പ് രൂപീകരിച്ച് ചുവടെ ചേർക്കുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇവയിൽ ശരിയായത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. എല്ലാം, അതായത് 1, 2, 3 പ്രസ്താവനകളും ശരിയാണ്. പ്രതിമാസ ആസൂത്രണ വിലയിരുത്തൽ ശില്പശാലകൾ നടക്കുന്നു. വിവരവിനിമയ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തിയുള്ള പരിശീലനങ്ങൾ നടക്കുന്നു. ജില്ലാ ഉപജില്ലാ തലങ്ങളിൽ ഏകദിന ശില്പശാലകൾ നടക്കുന്നു. അധ്യാപക നിയമനങ്ങൾക്കും പരിശീലനത്തിനും തിരഞ്ഞെടുക്കുമ്പോൾ മറ്റ് യോഗ്യതകൾ കൂടാതെ പരിഗണിക്കേണ്ട ചില ഗുണഗണങ്ങളിൽ ചുവടെ തന്നിരിക്കുന്നവയിൽ അനുയോജ്യമല്ലാത്തത് ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 3 മാത്രം ശരി. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കാനും തിരുത്തുവാനുമുള്ള പ്രയാസം. പോഷൻ അഭിയാൻ എന്ന പദ്ധതി ആവിഷ്കരിച്ചതിന്റെ ലക്ഷ്യം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. കേരളത്തിലെ അമ്മമാരിലും കുട്ടികളിലും ഉണ്ടാകുന്ന പോഷകക്കുറവ് പരിഹരിക്കുക. ജലത്തിൽ ലയിക്കുന്ന 2 ജീവകങ്ങളാണ് താഴെ തന്നിരിക്കുന്നത്. ശരി ഏത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 4 മാത്രം ശരിയാണ്. ജീവകം ബി കോംപ്ലക്സ്, ജീവകം സി. പ്രീ സ്കൂൾ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന അധ്യാപികയ്ക്ക് 2 വർഷത്തെ പ്രായോഗിക അധിഷ്ഠിത പ്രീ സർവീസ് പരിശീലനമാണ് നൽകേണ്ടത് എന്ന് നിർദ്ദേശിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. NCTE. പ്രീ സ്കൂൾ കുട്ടികൾക്ക് സ്വതന്ത്രമായി കളികളിൽ ഏർപ്പെടുവാൻ പര്യാപ്തമായ കളിസ്ഥലത്തിന്റെ വിസ്തൃതി. ഉത്തരം ഓപ്ഷൻ എ ആണ്. കുറഞ്ഞത് 300 ചതുരശ്ര മീറ്റർ. ശിശു സേവികയായി പ്രവർത്തിക്കുന്നവർക്ക് 1 വർഷത്തെ പരിശീലനത്തോടൊപ്പം ഡാഷ് കൂടി ആവശ്യമാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. എല്ലാം, അതായത് 1ഉം 2ഉം ശരിയാണ്. പരിശീലന ഉള്ളടക്കത്തെക്കുറിച്ച് സാമാന്യമായി പരിചയപ്പെടുക. സ്ഥാപന നടത്തിപ്പ്, പോഷണം, ശുചിത്വം, രക്ഷകർത്തൃബന്ധം, സ്നേഹപൂർണമായ ഇടപെടൽ തുടങ്ങിയ കാര്യങ്ങളിൽ ഊന്നൽ നൽകുക. ശരിയായ ചേരുംപടി കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയായതാണ്. വൈറ്റമിൻ എ രാത്രി അന്ധത, വൈറ്റമിൻ B1 ബെർബറി, വൈറ്റമിൻ സി സ്കർവി, വൈറ്റമിൻ ഡി റിക്കറ്റ്സുകൾ. ഇതെല്ലാം അപര്യാപ്തത രോഗങ്ങളാണ്. ഇതെല്ലാം ശരിയായ ജോഡികൾ തന്നെയാണ്. ടൈപ്പ് 1 പ്രമേഹത്തിൽ ശരീരത്തിന് ഇൻസുലിൻ നിർമ്മിക്കാൻ കഴിയില്ല. കാരണം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ശരീരത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുതൽ ഉള്ളതിനാൽ. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പൊണ്ണത്തടിയുള്ള കുട്ടികളാണ് ഇന്ത്യയിലുള്ളത് എന്ന യാഥാർത്ഥ്യത്തിൽ നിന്നും നമ്മുടെ കുട്ടികളെ രക്ഷിക്കാനായി പ്രീ സ്കൂൾ തലത്തിൽ നൽകാവുന്ന പ്രവർത്തനങ്ങളിൽ ശരിയായവ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1, 4 എന്നിവയാണ് ശരിയായിട്ടുള്ളവ. നടത്തം, ഓട്ടം, നൃത്തം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങളിലും പുറം കളികളിലും ഏർപ്പെടൽ. പഴങ്ങളും പച്ചക്കറികളും പാലും പാലുൽപ്പന്നങ്ങളും ഉൾപ്പെടുത്തി ആരോഗ്യകരമായ ഭക്ഷണം നൽകുക. അടുത്ത ചോദ്യം, ആരോഗ്യകരവും സമീകൃതവുമായ ഭക്ഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന പോഷകങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1, 2, 3, 4 ശരിയാണ്. വിറ്റാമിനുകൾ, ധാതുക്കൾ, ആന്റി ഓക്സിഡന്റുകൾ, അന്നജവും നാരും ഉൾപ്പെടെയുള്ള കാർബോഹൈഡ്രേറ്റുകൾ, ആരോഗ്യകരമായ കൊഴുപ്പുകൾ, പ്രോട്ടീൻ. ഇത്രയും ചോദ്യങ്ങളാണ് അന്ന് എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. താങ്ക് യു.